വൈക്കത്തെ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം തുറന്നു. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ഒന്നിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രശ്നങ്ങളിൽ പരസ്പരം കൈത്താങ്ങാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമത്വം പുലരാനുള്ള പോരാട്ടം തുടരുമെന്നും പിണറായി വിജയൻ രാജ്യത്തെ തന്നെ മികച്ച ഭരണകർത്താവാണെന്നും എം.കെ. സ്റ്റാലിനും പറഞ്ഞു. ഇരു മുഖ്യമന്ത്രിമാരും രാവിലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ ചർച്ചയായില്ല. இந்திய அளவில் ஆளுமைமிக்க தலைவர்களை ஒருவராக விளங்கக்கூடியவர் மாண்புமிகு பினராயி விஜயன் அவர்கள். இன்னும் சரித்திரத்தின் ஏடுகளில் தங்க லிபிகளில் രേഖപ്പെടുത്തേണ്ട ദിവസമാണ്. വൈക്കം ഒരു ഒറ്റപ്പെട്ട വിജയമല്ല, പിന്നീടുള്ള വിജയങ്ങളുടെയും തുടക്കം ആയിരുന്നത് നമുക്ക് ഉറച്ചു നിൽക്കാം. എന്ത് തടസ്സങ്ങൾ എന്താലും നമ്മൾ അവയെ തകർക്കും. നമ്മുടെ ആദർശങ്ങൾ ഉയർത്തി പിടിക്കുന്നതിൽ നമ്മൾ വിജയിക്കുകയും എന്ത് വില കൊടുത്താലും ഒരു സമത്വ സമൂഹം സ്ഥാപിക്കുകയും ചെയ്യും. എം രാകേഷ് ചേരുന്നു. എം രാകേഷ്, സ്മാരക സമർപ്പണ ചടങ്ങ് എത്രത്തോളം ജനപങ്കാളിത്തം കൊണ്ട് വിപുലമായിരുന്നു? ഇരു മുഖ്യമന്ത്രിമാരും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സുജയ, ഇരു മുഖ്യമന്ത്രിമാരും വളരെ സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങൾ തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അതായത് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ ഉദാഹരണമാണ് തമിഴ്നാടും കേരളവുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയ്ക്കെതിരെ ഇരു സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിൽക്കണം. ഇരു സംസ്ഥാനങ്ങൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളും ഇത് മാതൃകയായി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു ചടങ്ങിൽ സ്റ്റാലിൻ എത്തിയതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. തിരിച്ച് അതേപോലെ തന്നെ പിണറായി വിജയനും പറഞ്ഞത് സ്റ്റാലിൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആ രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലെ തന്നെ ഉദാഹരണമാക്കാവുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനാണ് പിണറായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ സമത്വം പുലരുന്നതിന് വേണ്ടിയുള്ള പെരിയാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും തെളിവുകളാണ് അവരുടെ പ്രസംഗത്തിൽ നിഴലിച്ചു നിന്നത്.